ഹേമന്ത് സാറിനോടാണ്. എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സോഷ്യോളജി ഓപ്ഷനിലോട്ട് പോയി. അപ്പോൾ എങ്ങനെയായിരുന്നു സോഷ്യോളജി ഓപ്ഷനിൽ ഇനിഷ്യേഷൻ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് തുടങ്ങിയത്? എങ്ങനെയാണ് അത് നാവിഗേറ്റ് ചെയ്തത് ആ ഒരു ഓപ്ഷനിൽ? Okay. See, with respect to sociology, first thing that I did to choose amongst a lot of optionals is that ഞാൻ എല്ലാ ഓപ്ഷനിലെയും സിലബസ് ഒന്ന് റഫ്ലി നോക്കി. ആൻഡ് ദെൻ കുറച്ച് PYQസും കൂടെ എടുത്ത് നോക്കിയിട്ട് എൻ്റെ ഒരു നേച്ചറിന് ആൻഡ് ദെൻ കൺസിഡറിങ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ സബ്ജക്റ്റ് ഏതാണ് കുറച്ചുകൂടെ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് ഞാൻ നോക്കിയിട്ടാണ് ഞാൻ സോഷ്യോളജി ചൂസ് ചെയ്തത്. ആൻഡ് റിഗാർഡ്ലെസ് ഓഫ് വിച്ച് യുവർ ബാക്ക്ഗ്രൗണ്ട് യു ആർ ഫ്രം, സോഷ്യോളജി ആസ് എ സബ്ജക്റ്റ് ഇസ് വെരി ബിഗിനർ ഫ്രണ്ട്ലി. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. തിങ്സ് ദാറ്റ് യു സീ ഇൻ യുവർ എവറി ഡേ ലൈഫ്, ലൈക്ക് ഫാമിലി, റിലീജിയൻ, മാരേജ്, കിൻഷിപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതും നമുക്കൊരു സ്കോളർ ലെവൽ ഓഫ് നോളജ് ആവശ്യമില്ല. വളരെ സർഫേസ് ലെവലിൽ നമ്മൾ ആൻസർ എഴുതാൻ രീതിക്ക് മാത്രം പഠിച്ചാൽ മതി. സോ ദാറ്റ്സ് ഹൗ ഐ സ്റ്റാർട്ടഡ്. ആൻഡ് ദെൻ ഞാൻ ക്ലാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വാട്ട് ഐ ഡിഡ് ഇസ് ഐ സ്റ്റാർട്ടഡ് യൂസിങ് കമ്പൈലേഷൻസ്. സോഷ്യോളജിക്ക് ഞാൻ മേജറായിട്ട് യൂസ് ചെയ്തൊരു ബുക്ക് എന്ന് പറയുന്നത് എസെൻഷ്യൽ സോഷ്യോളജി ബൈ നിതിൻ സംഗ്വാനാണ്. And that's to be honest, that's the only book that I used. I've seen people use other books like Harlambos, അതുപോലെ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ ബൈ നദീൻ ഹസ്നൈൻ. ഇത്രയും ബുക്സൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഫോർ മീ പേഴ്സണലി എനിക്ക് ആ ഒരൊറ്റ ബുക്ക് മതിയായിരുന്നു. ഐ റെഡ് ഇറ്റ് വൺസ് ആൻഡ് ദെൻ കെപ്റ്റ് റിവൈസിങ് ഇറ്റ്സ് റിപ്പീറ്റഡ്ലി. അപ്പോൾ ദാറ്റ് വർക്ക് ഫോർ മീ ഇൻ സോഷ്യോളജി. ആൻഡ് ബിസൈഡ്സ് ആ സബ്ജക്റ്റിൻ്റെ ഒരു നേച്ചറാണത്. ഇറ്റ്സ് മച്ച് മോർ ഈസി ടു കോംപ്രിഹെൻഡ് ആൻഡ് റിമെമ്പർ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ബേസിക്കലി നമ്മൾ ഒരു സംഭവം പഠിക്കുമ്പോൾ നമ്മൾ ഡെയിലി അതിൻ്റെ ഒരു ടൈം കീപ്പിങ്, അതുപോലെ ഷെഡ്യൂളിങ്, ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ ടൈമിൽ എത്ര ടൈം എടുത്ത് പഠിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ വ്യത്യസ്ത ടൈമിൽ ക്രാക്ക് ചെയ്ത ആളുകളാണ്. അപ്പോൾ ഓരോ ആളുകളുടെയും പ്രത്യേക ഫീഡ്ബാക്ക് കിട്ടുകയായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അതായത് നിങ്ങളിപ്പോൾ ഇന്ന സബ്ജക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിച്ചോ, അല്ലെങ്കിൽ ഇത്ര മാത്രം നിർത്തിയിട്ട് അടുത്ത വേറൊന്നിലേക്ക് മാറി പഠിച്ചോ, എങ്ങനെയായിരുന്നു അതിൻ്റെ വേ ഓഫ് മെത്തേഡ്, അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജി ആയിരുന്നു അവിടെ ഉപയോഗിച്ചത്, അതിനെപ്പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. താങ്ക് യു. ഇതിപ്പോൾ ആൻസർ ചെയ്തെന്നാൽ നമ്മുടെ ഫുൾ ജേർണി പറയേണ്ടി വരും. ബട്ട് സ്റ്റിൽ സി, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓരോ സബ്ജക്റ്റിനും ആ സബ്ജക്റ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് സ്റ്റേജ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ. ഇത്ര സമയം അല്ലെങ്കിൽ ഈ സമയത്ത് ഈ സബ്ജക്റ്റ് ഇത്ര സമയം പഠിക്കണം അങ്ങനൊരു സംഭവം സത്യം പറഞ്ഞാൽ ഇല്ല. ഇറ്റ്സ് എ വെരി പേഴ്സണൽ ചോയ്സ്. ഇഫ് യു ആർ കംഫർട്ടബിൾ ടു സ്റ്റഡി ലേറ്റ് ഇൻ ദ നൈറ്റ്, ഡു ദാറ്റ്. പക്ഷേ ഇപ്പോൾ സാർ ഇൻസ്പയർ ചെയ്തിട്ട് 5 മണിക്ക് എണീക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ് ആസ് വെൽ. ദാറ്റ്സ് ടോട്ടലി അപ് ടു യു. സി, ദ ഐഡിയ ഈസ് യു ഹാവ് ടു ഹാവ് എ പ്രൊഡക്റ്റീവ് ഡേ. അപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി ഇരുന്ന് പഠിക്കുന്ന ടൈപ്പായിരുന്നു. ലൈക്ക് ഇരുന്ന് കുറേ സമയം എടുത്ത് പഠിക്കുന്ന ടൈപ്പായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്, ഞാൻ ഒരേ സബ്ജക്റ്റിൽ കുറേ നേരം ഇരിക്കുന്ന സമയത്ത് മൈ പ്രൊഡക്ടിവിറ്റി ഈസ് ഗോയിങ് ടു ഡിപ്പ്. അപ്പോൾ ഞാൻ ഒരു സ്ട്രാറ്റജി എടുക്കും. ഐ വിൽ ഓൺലി സിറ്റ് ഫോർ 1.5 hours ഓൺ എ സബ്ജക്റ്റ് ആൻഡ് ദെൻ സ്വിച്ച് ടു അനദർ സബ്ജക്റ്റ്. അപ്പോൾ ആ ഒരു ഡൈവേഴ്സിറ്റി കാരണം മൈ മൈൻഡ് സ്റ്റാർട്ട്സ് ഫ്രഷ്. അതർവൈസ് യു ക്യാൻ ദർ ആർ തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു. ഈ പൊമോഡോറോ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. വേറെ യു സ്റ്റഡി ഫോർ 35 minutes, ടേക്ക് എ 5 minutes ബ്രേക്ക് ആൻഡ് ദെൻ യു സ്റ്റഡി ഫോർ 35 minutes അഗെയിൻ. അപ്പോൾ ഇങ്ങനെ കുറേ മെത്തേഡ്സ് ഒക്കെ ഉണ്ട് ദാറ്റ് യു ക്യാൻ അഡോപ്റ്റ്. സോ ദാറ്റ്സ് അഗെയിൻ അപ് ടു യു. പിന്നെ ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ യു ആർ. ഇപ്പോൾ ഇനീഷ്യലി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ യു ഹാവ് ദ ലിബർട്ടി ഓഫ് ടൈം ടു റീഡ്, മേക്ക് നോട്ട്സ്, ഗോ ബാക്ക് ആൻഡ് റിവൈസ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ ഇപ്പോൾ ലെറ്റ്സ് സേ അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം പ്രിലിംസ് എഴുതാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് എടുക്കുക, ചെയ്യുക. സോ എൻ്റെ പ്രിലിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ യൂസ് ടു ബ്രൂട്ട് ഫോഴ്സ് ഇറ്റ്. ഞാൻ ഡെയിലി ചിലപ്പോൾ 100 ക്വസ്റ്റ്യൻസിൻ്റെ പേപ്പർ എടുത്ത് ചെയ്ത് അതിൻ്റെ കീ, മൈ ഐഡിയ വാസ് ദാറ്റ് 2 hours ആക്ച്വൽ എക്സാം എങ്കിൽ ഞാൻ 2 hours എക്സാം എഴുതി അതിൻ്റെ കീയും വായിക്കാം. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് സമയം കൊണ്ട് കുറേ ക്വസ്റ്റ്യൻസും കുറേ തിയറിയും കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. മൈ ഐഡിയ വാസ് ദാറ്റ് കുറേ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എവറി ടൈം വി തിങ്ക് ദാറ്റ് UPSC ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നാണ് കുറേ ക്വസ്റ്റ്യൻസ് ഇടുന്നത് പ്രിലിംസിന്. ഈ വർഷം കുറേ ക്വസ്റ്റ്യൻ വിഷൻ്റെ കറണ്ട് അഫയേഴ്സ് വന്നു, ഈ വർഷം കുറേ ക്വസ്റ്റ്യൻ ശൂന്യയുടെ കറണ്ട് അഫയേഴ്സ് വന്നു. അങ്ങനെ ഒരു സംഭവമില്ല. നമ്മൾ ഈ വർഷം വിഷൻ്റെ വന്നു എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം വിഷൻ പഠിച്ചിട്ട് പോകുമ്പോൾ UPSC ട്രൂ ടു ബീങ് അൺപ്രഡിക്റ്റബിൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇടും. സോ അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ സോഴ്സ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യാം. സോ എൻ്റെ പ്രിലിംസ് പ്രിപ്പറേഷൻ വാസ് മോസ്റ്റ്ലി ഓറിയൻറ്റഡ് ഓൺ ടെസ്റ്റ്. പിന്നെ ഉള്ളതാണ് മെയിൻസ്. സോ വെൻ യു ആർ ഗോയിങ് ഫോർ മെയിൻസ്, എൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു, ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയത് ലാർജ്ലി പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു. സോ വെൻ ഐ വാസ് സ്വിച്ചിങ് ഓവർ ടു മെയിൻസ്, ഐ ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ കമ്പൈലേഷൻസ്. ഈ മെയിൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നോട്ട്സ് ഉണ്ട്. ഐ യൂസ് ടു റിലൈ ഓൺ ശൂന്യ IAS നോട്ട്സ്. അവരുടെ GS 1, 2, 3, 4 ബുക്സാണ് ഞാൻ യൂസ് ചെയ്തത്.
ഇൻ അഡീഷൻ ടു ദാറ്റ് എഴുതുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. സോ മെയിൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഴുതി തന്നെ പഠിക്കണം. സോ ഇപ്പോൾ നേരത്തെ സോഷ്യോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ നമ്മൾ GS എഴുതുന്ന പോലെ സോഷ്യോളജിക്ക് എഴുതാൻ പറ്റില്ല. ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദ വേ യു റൈറ്റ് യുവർ ആൻസർ. സോ അഗെയിൻ യു ഹാവ് ടു ഡെഡിക്കേറ്റ് മോർ ടൈം ഫോർ റൈറ്റിംഗ് വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ മെയിൻസ്. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് സീൻ. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമുക്ക് കുത്തിയിരുന്ന് പഠിക്കാനായിട്ട് ഒരുപാടില്ല. ബട്ട് റാദർ യു ഹാവ് ടു ഹാവ് ആൻ അവയർനെസ് അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ആൻഡ് അറൗണ്ട് യു. അതായത് കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു, നിങ്ങളുടെ ജില്ല അവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നു, നിങ്ങളുടെ വേർ യു വാട്ട് ഈസ് യുവർ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് ഓഫ് ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ്, ആൻഡ് നമ്മൾ ഏത് സർവീസിലോട്ട് പോകുന്നു. സോ ഇഫ് യു വാണ്ട് ഫോർ എക്സാമ്പിൾ ദർ ആർ സം പീപ്പിൾ ഹൂ ഗിവ് IPS ആസ് ദെയർ ഫസ്റ്റ് പ്രിഫറൻസ്. സോ IPS ആണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് എങ്കിൽ വൈ ഡിഡ് യു ചൂസ് ദാറ്റ്, വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ക്രൈം ആൻഡ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇങ്ങനെ ഒരു ഡൈവേഴ്സിഫൈഡ് പ്രിപ്പറേഷനാണ് ഇൻ്റർവ്യൂ സ്റ്റേജിന് വേണ്ടത്. So finally, this is up to you. But ultimately, see, what you mentioned is very correct. You need a schedule. അതായത് we have a lot of things to do. ഈ സൂര്യന് താഴെയുള്ള പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് സിവിൽ സർവീസിന് വരുമ്പോഴുണ്ട്. അൾട്ടിമേറ്റ്ലി അത് നടക്കില്ല. നമ്മളെല്ലാം പഠിച്ചിട്ടൊന്നും അല്ല പരീക്ഷയ്ക്ക് പോവുക. നമുക്ക് അറിയാവുന്ന കാര്യം അവിടെ പോയിട്ട് നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കർമ്മം. അപ്പോൾ ഈ കിട്ടുന്ന നോളജ് അവിടെ പോയിട്ട് ടൂത്ത് ആൻഡ് നെയിൽ യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം. അവർ കണ്ടന്റ് ഷുഡ് ബി അറ്റ് ദ ടിപ്പ് ഓഫ് അവർ ഹാൻഡ്സ്. സോ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക. ആൻഡ് ദെൻ ഫൈനലി വൺ മോർ തിങ് ഇസ്, എല്ലാ കാര്യങ്ങളും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും 24 hours ടൈമേ ഉള്ളൂ. ഇതിൽ നിങ്ങളുടെ ഹെൽത്തും മെൻ്റൽ വെൽബീയിങ്ങും നിങ്ങൾ എപ്പോഴും കാര്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ദിസ് ഇസ് നോട്ട് എ സ്പ്രിൻറ്റ്. നമ്മൾ ഇന്ന് പഠിച്ച് നാളെ പ്രിലിംസ് എഴുതി അടുത്ത ദിവസം മെയിൻസ് എഴുതി അടുത്ത ദിവസം ഇൻ്റർവ്യൂവിന് പോയി അങ്ങനെയല്ല നമ്മളത് ചെയ്യുന്നത്. ദിസ് ഇസ് എ 1 year ലോങ് പ്രോസസ്. എക്സാമിനേഷൻ്റെ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 1 year ലോങ് പ്രോസസ്സാണ്. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദറ്റ് യു ക്യാൻ ഡു വാട്ട് എവർ യു ആർ ഡൂയിങ് ഫോർ കൺസിസ്റ്റൻ്റ്ലി ഫോർ എ ലോങ് പീരീഡ്. അപ്പോൾ ഈ കിട്ടുന്ന കുറച്ച് സമയം വളരെ നല്ലപോലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ട്യൂസ്ഡേ 11 മണിക്ക് ഞാൻ ഇന്ന ടോപ്പിക് ആയിരിക്കും പഠിക്കുന്നത് എന്ന് ഇന്ന് തീരുമാനിക്കാൻ പറ്റണം. സോ യു നീഡ് ടു ഹാവ് എ ഷെഡ്യൂൾ ദാറ്റ്സ് റിപ്പീറ്റിംഗ് ഇൻ നേച്ചർ ആൻഡ് യു ഡോണ്ട് ഹാവ് ടു ബി വെരി റിജിഡ് അബൌട്ട് ഇറ്റ്. ഞാൻ ഇന്നൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി ഞാൻ ഇത് തന്നെ ഫോളോ ചെയ്യും എന്ന് വിചാരിക്കരുത്. ആഫ്റ്റർ 1 or 2 weeks ഇഫ് യു റിയലൈസ് ദാറ്റ് യുവർ ഷെഡ്യൂൾ ഈസ് നോട്ട് വർക്കിംഗ് വെൽ ഫോർ യു, ബി ഫ്ലെക്സിബിൾ അബൌട്ട് ഇറ്റ്. അത് ചേഞ്ച് ചെയ്യുക, ഒരു പുതിയ ഷെഡ്യൂൾ ഉണ്ടാക്കുക, ആ പുതിയ ഷെഡ്യൂളിനനുസരിച്ച് വീണ്ടും വർക്ക് ചെയ്യുക. ടേക്ക് ഫീഡ്ബാക്ക് ഫ്രം യുവർ ഓൺ പെർഫോമൻസ്. സോ ഐ തിങ്ക് ദാറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ.